എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ശാന്തമായ നിമിഷത്തിലേക്ക് സ്വാഗതം. ഈ സമയം നിങ്ങൾക്കായുള്ള ഒരു വിശ്രമ സമയമാകട്ടെ. ആഴത്തിൽ ശ്വസിക്കുക, അകത്തേക്ക് ശ്വസിക്കുക, പുറത്തേക്ക് വിടുക. പതുക്കെ, സാവധാനം. നിങ്ങളുടെ മനസ്സ് ശാന്തമാകട്ടെ. ഇന്ന് എന്തു സംഭവിച്ചാലും ഇപ്പോൾ നിങ്ങൾക്ക് വിശ്രമിക്കാം. ഈ നിമിഷം നിങ്ങളുടേതാണ്, സമാധാനത്തിൻ്റെ നിമിഷം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ സംഘർഷങ്ങൾ ദൈവത്തിനറിയാം. നിങ്ങളുടെ വെല്ലുവിളികൾ അവിടുന്ന് കാണുന്നു. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം. ജോലി ചെയ്യാം, യാത്ര ചെയ്യാം, വിശ്രമിക്കാം. പൂർണ്ണ ശ്രദ്ധ ആവശ്യമില്ല. പ്രധാനം നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ തയ്യാറായിരിക്കുക. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു, നിങ്ങൾ മനസ്സിലാക്കപ്പെടുന്നു, നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഇന്നൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു അല്ലേ? ക്ഷമ നഷ്ടപ്പെടുന്ന ഒരു നിമിഷം, അസ്വസ്ഥതയുണ്ടാകുന്ന ഒരു സാഹചര്യം. രാവിലെ മുതൽ ചെറിയ കാര്യങ്ങൾ, ഓരോന്നും പ്രത്യേകിച്ച് വലുതൊന്നുമല്ല, പക്ഷെ ഒന്നിച്ചു വന്നപ്പോൾ ഭാരമായി. കുട്ടികൾ കേൾക്കുന്നില്ല. ഒരേ കാര്യം 10 പ്രാവശ്യം പറയണം, എന്നിട്ടും അനുസരിക്കുന്നില്ല. യാത്രയിൽ ഗതാഗത കുരുക്ക്, ലൈറ്റുകൾ മാറുന്നില്ല, ആളുകൾ തിടുക്കത്തിൽ, ഹോൺ ഹോൺ ഹോൺ. ജോലിസ്ഥലത്ത് സമ്മർദ്ദം, സഹപ്രവർത്തകർ മനസ്സിലാക്കുന്നില്ല. മുകളിൽ നിന്ന് കൂടുതൽ ആവശ്യങ്ങൾ. വീട്ടിലെത്തുമ്പോൾ വീണ്ടും ആവശ്യങ്ങൾ. എല്ലാവർക്കും എന്തെങ്കിലും വേണം, എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നം. ഭാര്യയോ ഭർത്താവോ മനസ്സിലാക്കുന്നില്ല. അവരും ക്ഷീണിതരാണ്, അവരും സമ്മർദ്ദത്തിലാണ്. രണ്ടുപേരും പൊട്ടിത്തെറിക്കാനടുത്ത്. ചെറിയ കാര്യം വലിയ തർക്കമാകുന്നു. ഒരു വാക്ക് മറ്റൊന്നിലേക്ക് നയിക്കുന്നു. പെട്ടെന്ന് എല്ലാവരും ദേഷ്യത്തിൽ. ഒരു നിമിഷം കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പ്രതികരിച്ചു? എന്തുകൊണ്ട് ക്ഷമ നഷ്ടപ്പെട്ടു? വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. കോപം കാണിച്ചത് മാറ്റാൻ കഴിയില്ല. പശ്ചാത്താപം തോന്നുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരോടും ചിലപ്പോൾ ക്ഷമ നഷ്ടപ്പെടുന്നു. അവരുടെ വേഗത നിങ്ങളുടേതല്ല. അവർ മാറുന്നില്ല. വീണ്ടും വീണ്ടും ഒരേ പ്രശ്നങ്ങൾ, വീണ്ടും വീണ്ടും ഒരേ വിഷയങ്ങൾ. നിങ്ങൾക്ക് തോന്നുന്നു, എത്ര കാലം ഇങ്ങനെ? എത്ര കാലം ക്ഷമിക്കണം? എത്ര കാലം കാത്തിരിക്കണം? നിങ്ങൾ സ്വയം ശ്രമിക്കുന്നു. കോപിക്കരുത് എന്ന് സ്വയം പറയുന്നു. ശാന്തനായിരിക്കണം എന്ന് തീരുമാനിക്കുന്നു. രാവിലെ നന്നായി തുടങ്ങുന്നു. ഇന്ന് ഞാൻ ക്ഷമയോടെ ഇരിക്കും. എന്നാൽ 1 മണിക്കൂറിനുള്ളിൽ വീണ്ടും പൊട്ടിത്തെറിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ പരാജയപ്പെടുകയാണെന്ന്. നിങ്ങൾക്ക് ക്ഷമയില്ല, ഒരിക്കലും ഉണ്ടാകില്ല. രാത്രി നിങ്ങൾ ചിന്തിക്കുന്നു ഇന്നത്തെ എല്ലാ പ്രതികരണങ്ങളെക്കുറിച്ചും. വീണ്ടും പശ്ചാത്താപം, വീണ്ടും നിരാശ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ സംഘർഷത്തിൽ. എല്ലാവർക്കും ക്ഷമ വെല്ലുവിളിയാണ്. ഇവിടെ ഒരു സത്യമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ഷമ നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ല, അത് ദൈവം നൽകുന്നതാണ്. നിങ്ങൾ കൂടുതൽ ശ്രമിച്ചാൽ കൂടുതൽ ക്ഷമ ഉണ്ടാകില്ല. നിങ്ങൾ കൂടുതൽ പരിശ്രമിച്ചാലും പര്യാപ്തമല്ല. ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്കിപ്പോൾ വേണം. നിങ്ങൾ കാണുന്നില്ലായിരിക്കാം, പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. ഇന്ന് നിങ്ങൾ പൊട്ടിത്തെറിക്കാൻ പോകുന്ന പല നിമിഷങ്ങളുണ്ടായിരുന്നു, പക്ഷെ ദൈവം നിങ്ങളെ തടഞ്ഞു. നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രം. പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത് ഒന്നൊന്നും സംഭവിക്കാതെ ആക്കുന്നതിലാണ്. വാക്കുകൾ പുറത്തു വരാതിരിക്കുന്നത്, പ്രവർത്തികൾ ചെയ്യാതിരിക്കുന്നത്. ദൈവം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു, നിങ്ങളെ നയിക്കുന്നു ശരിയായ പ്രതികരണത്തിലേക്ക്. ദൈവം നിങ്ങളുടെ പുറകിൽ നിൽക്കുന്നു. തെറ്റായ വാക്കുകൾ തടയുന്നു, തെറ്റായ പ്രവൃത്തികൾ നിർത്തുന്നു. ദൈവം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നു. എല്ലാ വശത്തു നിന്നും സമ്മർദ്ദങ്ങൾ വന്നാലും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങൾ ഇതുവരെ എത്തിയത് അവിടുത്തെ കൃപയാലാണ്. ഇനിയും അവിടുന്ന് നിങ്ങളെ സഹായിക്കും. ബൈബിളിൽ ദൈവാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. 9 ഫലങ്ങൾ. അതിലൊന്ന് ക്ഷമയാണ്. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം. ഇതൊരു പട്ടികയല്ല തിരഞ്ഞെടുക്കാനുള്ളത്. ഇതെല്ലാം ദൈവാത്മാവ് നമ്മിൽ സൃഷ്ടിക്കുന്നു. ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലം. നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമല്ല, ആത്മാവിൻ്റെ പ്രവർത്തനം. ഒരു മരത്തെ പോലെ. മരം പരിശ്രമിച്ച് ഫലം ഉളവാക്കുന്നില്ല, അത് സ്വാഭാവികമായി വരുന്നു, മരം ജീവിച്ചിരിക്കുന്നത് കൊണ്ട്. അതുപോലെ നിങ്ങൾ ക്ഷമ ഉളവാക്കാൻ പരിശ്രമിക്കേണ്ട. ദൈവാത്മാവ് നിങ്ങളിൽ വസിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കുക. ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷമ സൃഷ്ടിക്കുന്നു. പതുക്കെ, സാവധാനം, ദിവസം തോറും.
ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല. ഇതൊരു യാത്രയാണ്, ഒരു പ്രക്രിയയാണ്. ആത്മാവ് നിങ്ങളെ മാറ്റിത്തീർക്കുന്നു. ഇന്ന് നിങ്ങൾ ഇന്നലെക്കാൾ അല്പം കൂടുതൽ ക്ഷമയുള്ളവരായിരിക്കില്ല, പക്ഷേ 6 മാസം മുൻപതിനേക്കാൾ കൂടുതലായിരിക്കും. ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലായിരിക്കാം, പക്ഷേ അവിടുന്ന് ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് ക്ഷമ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അവർ നിങ്ങളുടെ ഏറ്റവും വലിയ അധ്യാപകരാണ്. നിങ്ങളുടെ കുട്ടികൾ, അവർ നിങ്ങളെ പരീക്ഷിക്കുന്നു. അവരനുസരിക്കുന്നില്ല, അവർ മാറാൻ സമയമെടുക്കുന്നു. പക്ഷേ അവരിൽ കൂടി ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്നു. കാത്തിരിക്കാൻ, മനസ്സിലാക്കാൻ, സ്നേഹിക്കാൻ ക്ഷമയോടെ. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അവരും വ്യത്യസ്തരാണ് നിങ്ങളിൽ നിന്ന്. അവരുടെ വേഗത വ്യത്യസ്തം, അവരുടെ രീതി വ്യത്യസ്തം. അവരോട് ക്ഷമയോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്, ബഹുമാനം കാണിക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ, അവർ മന്ദഗതിയിലായിരിക്കാം, ഓർമ്മശക്തി കുറഞ്ഞിരിക്കാം. വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ. അവരോട് ക്ഷമയോടെ ഇരിക്കുക. അവരൊരിക്കൽ നിങ്ങളോട് ക്ഷമയോടെ ഇരുന്നു, നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ. നിങ്ങളുടെ ജോലിയിൽ സഹപ്രവർത്തകർ, ഉപഭോക്താക്കൾ, മേലധികാരികൾ, അവർക്കെല്ലാം ക്ഷമ ആവശ്യമാണ്. കാര്യങ്ങൾ പതുക്കെയാണ് നടക്കുന്നത്. തീരുമാനങ്ങൾ കാലതാമസം, മാറ്റങ്ങൾ സാവധാനം. യാത്രയിൽ ഗതാഗതം, തിരക്ക്, കാത്തിരിപ്പ്. ഓരോ ദിവസവും ക്ഷമ പരീക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഇവയെല്ലാം അവസരങ്ങളാണ്, ദൈവാത്മാവിൻ്റെ ഫലം വളരാനുള്ള അവസരങ്ങൾ. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ക്ഷമയുടെ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു, അസ്വസ്ഥരായി, ക്ഷമ നഷ്ടപ്പെട്ടവരായി. കർത്താവ്, ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് ക്ഷമ നൽകണമേ. അവരുടെ ഹൃദയത്തിൽ സമാധാനം നൽകണമേ. അവർ ശ്രമിക്കുന്നു, പക്ഷേ പര്യാപ്തമല്ല. അവർ പരാജയപ്പെടുന്നതായി തോന്നുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കണമേ. അങ്ങയുടെ ആത്മാവ് അവരിൽ വസിക്കുന്നു. ആ ആത്മാവ് അവരിൽ ക്ഷമ സൃഷ്ടിക്കണമേ. ഇതവരുടെ പരിശ്രമമല്ല എന്ന് അവർ മനസ്സിലാക്കട്ടെ. ഇതങ്ങയുടെ പ്രവർത്തനമാണ്. ആത്മാവിൻ്റെ ഫലം അവരെ മാറ്റണമേ, ഉള്ളിൽ നിന്ന് മാറ്റണമേ. പുതിയ സ്വഭാവം നൽകണമേ. കർത്താവെ, അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകണമേ. അവരുടെ കുട്ടികളോട് ക്ഷമയോടെ ഇരിക്കാൻ സഹായിക്കണമേ. കുട്ടികളുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിവ് നൽകണമേ. അവർ വളരുകയാണെന്ന് ഓർമ്മിപ്പിക്കണമേ. അവരുടെ ഭാര്യയോടോ ഭർത്താവിനോടോ പക്ഷമയോടെ ഇരിക്കാൻ പഠിപ്പിക്കണമേ. വ്യത്യാസങ്ങൾ സ്വീകരിക്കാൻ സഹായിക്കണമേ. അവരുടെ മാതാപിതാക്കളോട് ക്ഷമയോടെ ഇരിക്കാൻ ബലം നൽകണമേ. നന്ദിയോടെ സേവിക്കാൻ ഹൃദയം നൽകണമേ. കർത്താവെ, അവരുടെ ജോലിയിൽ ക്ഷമ നൽകണമേ. സഹപ്രവർത്തകരോട്, ഉപഭോക്താക്കളോട്, എല്ലാവരോടും. കാര്യങ്ങൾ താമസിക്കുമ്പോൾ വിചാരപ്പെടാതിരിക്കാൻ സഹായിക്കണമേ. അങ്ങേക്ക് സമയക്രമമുണ്ടെന്ന് വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ. യാത്രയിൽ ക്ഷമ നൽകണമേ. ഗതാഗതത്തിലും തിരക്കിലും കാത്തിരിപ്പിലും അവരാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നടക്കട്ടെ, സ്വന്തം ബലത്തിലല്ല. കർത്താവെ, ഇന്ന് സംഭവിക്കാൻ പോകുന്ന ക്ഷമ ആവശ്യമായ നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ പൊട്ടിത്തെറിക്കാൻ പോകുന്ന നിമിഷത്തിൽ അങ്ങ് ഇടപെടണമേ. വാക്കുകൾ തടയണമേ. അവർ കോപിക്കാൻ പോകുമ്പോൾ അങ്ങ് സമാധാനം നൽകണമേ, ശാന്തത പകരണമേ. അവർ ക്ഷമ നഷ്ടപ്പെടാൻ അടുത്തിരിക്കുമ്പോൾ അങ്ങ് ഓർമ്മപ്പെടുത്തണമേ. അങ്ങയുടെ സാന്നിധ്യം അനുഭവപ്പെടുത്തണമേ. ഇന്ന് അവർ ശരിയായി പ്രതികരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകട്ടെ. ചെറിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങ് അവരിൽ പ്രവർത്തിക്കുകയാണെന്ന് അവർ കാണട്ടെ. ആത്മാവിൻ്റെ ഫലം വളരുന്നത് അവരനുഭവിക്കട്ടെ. കർത്താവെ, അവരുടെ പേര് പറയാനാകാത്ത ഭയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും മാറില്ലേ എന്ന ഭയം, എന്നും ഇങ്ങനെ ആയിരിക്കുമോ എന്ന്, മറ്റുള്ളവരെ ദോഷം ചെയ്യുമോ എന്ന ഭയം, കോപത്തിൽ പറയുന്ന വാക്കുകൾ, നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന ഭയം, സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ലേ എന്ന്. ആ എല്ലാ ഭയങ്ങളെയും അങ്ങ് നീക്കണമേ. പകരം വിശ്വാസം നൽകണമേ. അങ്ങ് അവരെ മാറ്റുന്നു എന്ന വിശ്വാസം, എല്ലാ ദിവസവും പുരോഗമിക്കുന്നു എന്ന വിശ്വാസം. ആഴമായ നിരാശകൾക്കായി പ്രാർത്ഥിക്കുന്നു, തങ്ങളിൽ തന്നെ നിരാശരായവർക്കായി. അങ്ങയുടെ ആത്മാവ് അവരിൽ വസിക്കുന്നു എന്ന് അവരോർക്കട്ടെ. അങ്ങ് അവരിൽ ആശിക്കുന്ന പ്രവൃത്തി പൂർണ്ണമാക്കും. അവരൊറ്റയ്ക്കല്ല, അങ്ങ് അവരിൽ പ്രവർത്തിക്കുന്നു, ദിവസം തോറും, നിമിഷം തോറും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, ക്ഷമയുടെ മാതൃകയായിരുന്ന യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ പ്രാർത്ഥന നിങ്ങൾക്കായുള്ളൊരു സമ്മാനമാണ്, ക്ഷമ പഠിക്കുന്നതിനുള്ള സഹായം. നിങ്ങൾക്ക് ഈ പ്രാർത്ഥന വീണ്ടും കേൾക്കാം, രാവിലെ തുടങ്ങുന്നതിന് മുൻപ്. ക്ഷമ നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ക്ഷമ ദൈവത്തിൻ്റെ സമ്മാനമാണ്, നിങ്ങളുടെ പരിശ്രമമല്ല. ഈ പ്രാർത്ഥനയോടൊപ്പം തുടരുക. ദിവസം തോറും ആത്മാവിൻ്റെ ഫലം വളരട്ടെ. നിങ്ങൾ മാറുകയാണ്, പതുക്കെയാണെങ്കിലും.
ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്ഷമ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. കർത്താവ് നിങ്ങളുടെ അസ്വസ്ഥതയെ ശാന്തതയാക്കട്ടെ. നിങ്ങളുടെ കോപത്തെ സമാധാനമാക്കട്ടെ. കർത്താവ് തൻ്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കട്ടെ. ആത്മാവിൻ്റെ ഫലം നിങ്ങളിൽ വളരട്ടെ. ഇന്ന് നിങ്ങൾക്ക് ക്ഷമ വേണ്ട നിമിഷങ്ങൾ വരട്ടെ. അവിടെ അങ്ങ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ വാക്കുകൾ സൗമ്യമായിരിക്കട്ടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ശാന്തമായിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം ക്ഷമയാൽ നിറയട്ടെ. നിങ്ങളുടെ ആത്മാവ് സമാധാനത്താൽ നിറയട്ടെ. നിങ്ങളുടെ കുടുംബവുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടട്ടെ. നിങ്ങളുടെ കുട്ടികളോടുള്ള ക്ഷമ വളരട്ടെ. നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ മനസ്സിലാക്കൽ ആഴമാകട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനം വർദ്ധിക്കട്ടെ. നിങ്ങളുടെ ജോലിയിൽ സമാധാനമുണ്ടാകട്ടെ. സഹപ്രവർത്തകരോടുള്ള ക്ഷമ പുതുക്കപ്പെടട്ടെ. നിങ്ങളുടെ യാത്രയിൽ ശാന്തത ഉണ്ടാകട്ടെ. ഗതാഗതത്തിലും തിരക്കിലും സമാധാനം കണ്ടെത്തട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നേക്കും നിങ്ങളിൽ വസിക്കട്ടെ. അവിടുത്തെ ഫലം നിങ്ങളിൽ പൂർണ്ണമായി വികസിക്കട്ടെ. ഇനി നിങ്ങൾ പോകുമ്പോൾ ക്ഷമയോടെ പോകുക. പുതിയ പ്രതീക്ഷയോടെ പോകുക. ദൈവം നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും, ഓരോ നിമിഷവും നിങ്ങൾ ആ മാറ്റം കാണും, അനുഭവിക്കും, സാക്ഷ്യപ്പെടുത്തും. ആത്മാവിൻ്റെ ഫലം യാഥാർത്ഥമാണ്. നിങ്ങളിൽ വളരുന്നു ഇന്നും എന്നേക്കും.